വെണ്ട, ചെറിയ ഒട്ടുമാവ്, അതിന്മേൽ പൂവിട്ടിക്കണം, ചെറിയതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വാഴത്തോട്ടാണ്. ഇവിടെ പിന്നെ പപ്പായയുടെ മരമുണ്ട്, ആയിട്ടില്ല. പപ്പായയുടെ മരതാ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറേ വാഴക്കൃഷി ഉണ്ട്, ലെമണിൻ്റെ മരമുണ്ട്, മൂച്ചി, ഈത്തപ്പഴം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് സ്ഥലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോർഫുക്കാൻ റോട്ടിൽ വരിക. ദുബായിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കോർഫുക്കാനിൽ എത്തുന്നതിന് മുന്നായിട്ട് മദ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മദ ലൊക്കേഷനിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി മദ. ഈ മദ ഏരിയയിലാണ് ഈ തോട്ടങ്ങളും ഈ ഡാമുകളും ചെക്ക് ഡാമുകളും ഒക്കെ ഉള്ളത്. പക്ഷേ ഡാമിലൊക്കെ വെള്ളം കുറവാണ്, അതേമാതിരി വാദികളിലും വെള്ളം കുറവാണ്. പക്ഷെ മഴയുള്ള സമയത്ത് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അന്ന് അപ്പോൾ നമുക്ക് ഈ ഒരുപാട് വെള്ളം ചാടി കുളിക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്, കുളിക്കേണ്ടവർക്ക് കുളിക്കുക. പിന്നെ അതേപോലെ ഇവിടെ ഇപ്പോൾ മാങ്കൻ്റെ സീസണ്, മാങ്കോ തോട്ടങ്ങൾ, മറ്റുള്ള പപ്പായ കൃഷി, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ്. നാരങ്ങ, ചെറുനാരങ്ങ കുറേ പഴുത്ത് നിൽക്കുന്നതാണ്. ഇതാ അതിമുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയൊക്കെ തോട് തിരിച്ചിട്ടാണ് വെള്ളം, ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ടാണ് തോടുണ്ടാക്കിയിരിക്കണമെന്ന് മാത്രം. ഫുള്ള് തോട്ടങ്ങളാണ് ഇവിടെയൊക്കെ. മാംഗോൻ്റെ ആണ് കൂടുതലും. ഇതേപോലെ ഓരോ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ഈ വെള്ളം വിടുന്നവർ. ശരിക്കും നല്ല തണുത്ത പ്രദേശം. മാങ്ങയാണ് നിൽക്കുന്നത്. കുറേ മാങ്ങ താഴത്ത് വീണെടുക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത് നമ്മളെ നാടായി തോന്നും, പക്ഷെ ഇത് നമ്മളെ നാടല്ല. ഞാനുള്ളത് UAE-ക്കകത്തുള്ള ഒരു ഒമാൻ്റെ പ്രദേശത്താണ് ഉള്ളത്. ഇവിടെ കുറേ നമ്മളെ നാട് പോലെ തന്നെ സ്ഥലങ്ങൾ, കാടാണ് ചുറ്റും, കൃഷി കാര്യങ്ങൾ, മാങ്ങത്തോട്ടങ്ങൾ ഒക്കെ ഉണ്ട്. ഞാൻ ശരിക്കൊരു കാടിനുള്ളിൽ പെട്ട പോലെയായി. ഇവിടെ രണ്ട് സൈഡും നാരങ്ങത്തോട്ടം. നാരങ്ങതാ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നാരങ്ങ ഉണ്ട്. ഇത് നമ്മളെ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങത്തെ ഒരു ഇടവഴിയിൽ കൂടെ പോണ പോലെ ഫീലിങ്. എന്താ ഇത് മറ്റേ വളർത്ത് പുല്ല്, മൈലാഞ്ചി ചെടി ഉണ്ട് കേട്ടോ. ഏതെങ്കിലും മൈലാഞ്ചി വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, അരക്ക. ഞാവൽമ്പഴമാണ്. ഞാവൽമ്പഴം ഉണ്ട് കേട്ടോ ഇവിടെ, പക്ഷെ ആയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ബദം എന്ന് പറയും, ഞങ്ങളവിടെ എങ്ങനെ പറയാം. കുറേ ഇവിടെ വീണെടുക്കുന്നുണ്ട്. ഈ മരത്തുമെന്ന് വീണാണ്. അതേപോലെ നമ്മുടെ നാട്ടിലെ പുളിങ്ങ മരമാണിത്, പുളിൻ്റെ മരം. ഇവിടെയൊക്കെ ഉണ്ട്. ഫുള്ള് കാടാട്ടാ. ഏതാ സ്ഥലം? എന്തിൻ്റെ ഒരു പൂവാണ്. ഫുള്ള് രണ്ട് സൈഡും തോട്ടങ്ങളാണ്. വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, നോക്കട്ടെ.
ആ ഇവിടെ ഉണ്ട്. ഏതാ നല്ല സൂപ്പർ. ഈ കൃഷി സ്ഥലത്തേക്ക് പോണതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ വെള്ളം. ഇത് ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല തണുപ്പുണ്ട്. ഫുള്ള് ശരിക്കൊരു കാട്ടിലൂടെ നടക്കുന്ന പോലെ ഫീലിങ്. ശരിക്കും ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലെ പുല്ലൊക്കെ അരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ. ഇവിടെ ഒരു ചെക്ക് ഡാമാണ്. ഈ ചെക്ക് ഡാമിൻ്റെ താഴത്തായിട്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ മലകളിൽ നിന്നൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളം നല്ലോണം ഉണ്ടാവും. അന്നേരം ഇവിടെ ആളുകൾക്കൊക്കെ താമസിക്കാൻ, അതേമാതിരി വിൻ്റർ ടൈമിലൊക്കെ താമസിക്കാനുള്ള ചെറിയ ചെറിയ കൂൺ ഹൗസുകളാണ് ഇതൊക്കെ. അതേമാതിരി കുട്ടികളെ പ്ലേ ഗ്രൗണ്ട് ഏരിയ വലിയ ഡെവലപ്പാക്കി എടുക്കുന്നുള്ളൂ. കൈതൊക്കെ ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഈ വെയിലത്ത് ഇങ്ങനെ അവിടെ നിൽക്കും. ആ നിൽക്കും.